ഞാൻ ഈ സീരീസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഗില്ലിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഗില്ലിന്റെ ബാറ്റിങ്ങിനെ പറ്റി ഒരു സംശയമില്ല. ക്യാപ്റ്റൻസിയെ പറ്റി ഇപ്പോഴും നല്ല സംശയമുണ്ട്. എന്താ വെച്ചാൽ നല്ല ഗൈഡൻസ് അല്ല സൈഡിൽ നിന്ന് കിട്ടണം. അതുകൊണ്ടാണ് എപ്പോഴും തെറ്റായ ടീം സെലക്ട് ചെയ്യുന്നത്. ടാക്ടിക്സ് പലപ്പോഴും ക്വസ്റ്റ്യനബിൾ ആണ്. ഇതൊക്കെ ക്യാപ്റ്റൻസി ഒരു 4 ടെസ്റ്റ് മാത്രം ക്യാപ്റ്റൻ ചെയ്തിട്ടുള്ള ഒരു ക്യാപ്റ്റൻ എല്ലാം അറിയാനൊന്നും പറ്റില്ല. ഇപ്പൊ സൈഡിൽ നിന്നുള്ള അതെ, കോച്ചിങ് സ്റ്റാഫ് ഗംഭീർ മാത്രമല്ല, ബോളിംഗ് കോച്ച്, ബാറ്റിംഗ് കോച്ച് എല്ലാവരും. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഈ ടെസ്റ്റിന് മുമ്പ് മൈക്കിൾ ആത്തട്ടൺ ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ മാത്രമായിരുന്നില്ല, ലാങ്കഷയറിന് ഓൾഡ് ട്രാഫോർഡിൽ അനേക കൊല്ലം കളിച്ച കളിക്കാരന്. ആത്തട്ടൺ പറഞ്ഞു, ഇവിടുത്തെ പിച്ച് കംപ്ലീറ്റ് ആയി മാറിയിട്ടുണ്ട്. പണ്ട് ഈസ്റ്റ് വെസ്റ്റ് ആയിരുന്നു പിച്ച്, ഇപ്പൊ അത് നോർത്ത് സൗത്ത് ഡയറക്ഷൻ ആയത് കാരണം അതിന്റെ നേച്ചർ തന്നെ മാറി. ഇതിപ്പോ സ്പിൻ ഹെൽപ്പ് ചെയ്യണ ഒരു പിച്ചാണ്. അത് നമ്മൾ കാണും ചെയ്തു. വളരെ ആവറേജ് ആയിട്ടുള്ള ഒരു ബോളറാണ് ലിയം ഡോസൺ. പക്ഷെ ലിയം ഡോസന് ഇന്ത്യക്ക് അടിക്കാൻ പറ്റിയില്ല. പല ബോളും കുറെ ടേണിയും ചെയ്തു. അപ്പൊ ആത്തട്ടൺ പറഞ്ഞിട്ടുണ്ടായിരുന്നേ, ഈ സീരീസിൽ ഏതെങ്കിലും ഒരു പിച്ചിൽ കുൽദീപ് യാദവിനെ കളിപ്പിക്കണമെങ്കിൽ അത് ഈ പിച്ചാണ്. നമ്മുടെ കോച്ചുമാർക്ക് ഇതൊന്നും കേൾക്കണം എന്നില്ല. അവർക്ക് ഇപ്പൊ പണ്ടൊക്കെ നമ്മൾ ഏത് രാജ്യത്ത് പോയി കഴിഞ്ഞാൽ ആ ഒരു ലോക്കൽ കളിക്കാര്, പണ്ടത്തെ കളിക്കാരെ ആദ്യം അവരോട് സംസാരിക്കും. ഈ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഈ പിച്ചിൽ ആരെ കളിപ്പിക്കണം, എന്ത് ലെങ്ത് അറിയണ്ട, ഇതൊക്കെ. രവി ശാസ്ത്രിയുടെ ഒരു വലിയ ഗുണം, രവി ബാറിൽ പോയിട്ട് എല്ലാവരുമായിട്ട് വളരെ സൗഹൃദമാണ് പണ്ടത്തെ കളിക്കാരൊക്കെ ആയിട്ട്. അപ്പൊ അവരുടെ ബുദ്ധിയൊക്കെ ഇങ്ങനെ ചോർത്തിയെടുക്കും. ഈ പിച്ചിൽ ആരാണ് ശരിയാവുക, ഈ കണ്ടീഷൻസിൽ ഏത് ലെങ്ത് അറിയണ്ട്. ഓസ്ട്രേലിയ ഇന്ത്യയിൽ വന്ന് ജയിച്ചപ്പോ 2017 അവർ ശ്രീധരൻ ശ്രീറാം, പണ്ട് തമിഴ്നാടിനും വളരെ കുറച്ച് മാച്ച് ഇന്ത്യക്കും കളിച്ച് ശ്രീറാമിനെ അവർ കൺസൾട്ടന്റ് ആയിട്ട് എടുത്തു. എന്തുകൊണ്ട്? അവരുടെ സ്പിന്നേഴ്സിന് ഏത് ലെങ്ത് അറിയണം, ഏത് പേസിൽ എറിയണം എന്ന് അറിയാൻ വേണ്ടി. എന്നിട്ടാണ് പൂനെയിൽ ജയിച്ചത്. സ്റ്റീവ് ഓക്കീഫ് 12 വിക്കറ്റ് എടുത്തിട്ട് ആദ്യം താങ്ക് യു പറഞ്ഞത് ശ്രീറാമിനോടാണ്. നമുക്കിതൊന്നും ഇപ്പൊ ആവശ്യമില്ല എന്നുള്ള മട്ടിലാണ്. ഈ കോച്ചിങ് സ്റ്റാഫിന്റെ കീഴിൽ ഒരൊറ്റ ബോളർ ഇംപ്രൂവ് ചെയ്തിട്ടില്ല. മറ്റേത് നേരെ തിരിച്ചിപ്പോ ശാസ്ത്രിയും അരുണും കോമ്പിനേഷനുള്ള സമയത്ത് ഇന്ത്യക്ക് ബാക്കി എല്ലാവർക്കും അസൂയുള്ള ഒരു പേസ് അറ്റാക്ക് ആയിരുന്നു. അതാണ് ഒരു വലിയ വ്യത്യാസം.